യുദ്ധം പ്രഖ്യാപിക്കാതെ ഒരു യുദ്ധം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ രാഷ്ട്രപതി സർവ്വസൈന്യാധിപയായ രാഷ്ട്രപതി ഔദ്യോഗികമായി യുദ്ധം ചെയ്യണം. പക്ഷെ ഇതൊരു ലിമിറ്റഡ് വാറാണ്. കാർഗിലിൽ നടന്നത് ഇങ്ങനെ തന്നെയാണ്. ഔദ്യോഗികമായി നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചില്ല, എന്നാൽ യുദ്ധത്തിലാണ്. അപ്പോൾ അത് മൂന്നാം ദിവസം ഓപ്പറേഷൻ സിന്ദൂർ 1 ആണോ ഇപ്പോൾ 2 കഴിഞ്ഞോ എന്നൊരു സംശയമുണ്ട്. ഇന്നലെ നടന്ന് ഓപ്പറേഷൻ സിന്ദൂർ 2 ആണെങ്കിൽ സിന്ദൂർ 2 കഴിഞ്ഞു, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സംശയം, ഇതെങ്ങോട്ട് പോകും? എന്താ ഇനി അടുത്തത്? ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, സ്റ്റിൽ ഓൺ എന്നാണ് പ്രതിപക്ഷ നേതാക്കന്മാരുടെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിദേശകാര്യ വക്താവ് മിശ്രയും അത് പറയുന്നുണ്ട്, ഓൺ എന്നുള്ളത്. പിന്നെ നമ്മൾ ഇതിന്റെ വേരറക്കും എന്ന് മോദി പറഞ്ഞിട്ടുണ്ട്. ഈ ഭീകരപ്രവർത്തകർ നെതന്യാഹു ഇസ്രായേലിൽ പറഞ്ഞ പോലെയാണ്, ഹമാസിന്റെ വേരറുത്തിട്ടേ മടങ്ങുള്ളൂ. അതായത് ഈ ഭീകരരെ മാത്രം, ഇപ്പൊ ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ജയ്ഷെ മുഹമ്മദും ലഷ്കർ എ തൈബയുടെ ഒക്കെ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ അയച്ചവരെ നമ്മൾ വെറുതെ വിടില്ല, പണിഷ് ചെയ്യും എന്ന് മധുബനിയിലെ പ്രസംഗത്തിൽ മോദി അന്ന് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. അയച്ചവർ എന്ന് പറയുന്നത് ISIയും ISIയുടെ അസീം മുനീർ, ISIയുടെ തലവനായിരുന്ന ആളാണ് പാകിസ്ഥാൻ കരസേനാ മേധാവി അസീം മുനീർ. അസീം മുനീർ ആണ് ഇതിന് ഈ പ്രകോപനപരമായ ഒരു പ്രസംഗം നടത്തിക്കൊണ്ട് ഈ തീവ്രവാദ ആക്രമണത്തിന് സ്വിച്ച് ഓൺ ചെയ്തത്. അതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന ആളുകളോടൊന്നും നമ്മൾ വെടിനിർത്തലിന് തയ്യാറാണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ JD വാൻസിനോട് ഇന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ JD വാൻസ് ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ് എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ പണിയല്ല. അവര് അത് ഇന്ത്യ എങ്ങനെയാണെന്ന് വെച്ചാൽ തീർത്തോട്ടെ. മാത്രമല്ല ഇന്ത്യക്ക് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്നും പറഞ്ഞു. ചൈനയുടെ ഇന്നത്തെ പ്രസ്താവനയിൽ എല്ലാത്തരം ഭീകരതയ്ക്കും ഞങ്ങളെതിരാണ് എന്നുള്ള വാചകം ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ ചൈന ഇതിൻ്റെ അകത്ത് ഇടപെടാനൊന്നും പോകുന്നില്ല. ചൈനയ്ക്കും പ്രശ്നമുണ്ട്. ഇസ്ലാമിക തീവ്രവാദം ചൈനയുടെ പല പ്രവിശ്യയിലുണ്ട്, പ്രശ്നമാണ്. അവിടുത്തെ മോസ്കുകൾ എത്രയോ എണ്ണം അവർ തരിപ്പണമാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് അവരനുഭവിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ചൈന ഇടപെടില്ല എന്നൊക്കെയുള്ള കാര്യമൊക്കെ ഉറപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ തീർക്കാതിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അവര് ഞങ്ങൾ കീഴടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മളിത് എന്താണെന്ന് വെച്ചാൽ ചർച്ചയ്ക്ക് ഒക്കെ തയ്യാറാവുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അതിർത്തിയിലേക്ക് ശത്രുവിൻ്റെ വിമാനം അതിർത്തി ലംഘിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് യുദ്ധമാണ്. അങ്ങനെയാണ് യുദ്ധത്തിൻ്റെ നിയമം. അവരുടെ വിമാനങ്ങൾ നമ്മുടെ അതിർത്തി കടന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും പഞ്ചാബിലും ഒക്കെ വന്ന് വെടിവെച്ചിട്ടു. അപ്പൊ ഞങ്ങൾ ഇനി യുദ്ധം പ്രഖ്യാപിക്കുന്നു, വി ഡിക്ലെയർ വാർ എന്നാരും പ്രക്ഷേപണി പ്രസംഗത്തിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് എല്ലാ സേനാ തലവന്മാരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിർത്തി കടന്നില്ല, നമ്മുടെ വിമാനങ്ങൾ റഫാലൊന്നും അതിർത്തി കടന്നില്ല. അവരുടെ വിമാനങ്ങൾ അതിർത്തി കടക്കുകയും നമ്മൾ 3 വിമാനങ്ങൾ വെടിവെച്ചിടുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട്. അവരുടെ വിമാനങ്ങൾ അതിർത്തി കടന്നിട്ടുണ്ടെങ്കിൽ അത് യുദ്ധമാണ്, അത് ഡിക്ലറേഷൻ ഓഫ് വാർ ആയിട്ടാണ് ഈ പ്രതിരോധ തന്ത്രങ്ങളിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് യുദ്ധമായി കഴിഞ്ഞു. അല്ലാത്ത വേർഷൻസിലൊന്നും ഇനി കഥയില്ല. അപ്പോൾ വേരറക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട ആക്രമണങ്ങൾക്കൊക്കെ തയ്യാറായിട്ട് നമ്മുടെ ഒരു കപ്പൽ വ്യൂഹം മുംബൈയിൽ നിന്ന് കറാച്ചി ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറാച്ചി എന്ന് പറയുന്നതാണ് അവരുടെ സാമ്പത്തിക കേന്ദ്രം, എക്കണോമിക് ഹബ്. അവരുടെ കച്ചവടത്തിൻ്റെ 60% ചരക്കുമൊക്കെ കൈകാര്യം ചെയ്യുന്നത് കറാച്ചി തുറമുഖമാണ്. അപ്പോൾ ഒരാക്രമണം അതായത് നമ്മുടെ നേവി കറാച്ചിയിൽ ഒരു ആക്രമണം നടത്തണമെങ്കിൽ നമ്മുടെ നേവൽ അസറ്റ്സിനെ ബാധിക്കുന്ന വിധത്തിൽ, സ്പർശിക്കുന്ന തരത്തിൽ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കറാച്ചി അവിടെ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. അല്ല, ഇന്നലെ കേട്ടത് കറാച്ചി തുറമുഖം ആക്രമിച്ചു എന്നൊക്കെയാണ്. അതിനൊരു സാധ്യതയില്ല. കാരണം കറാച്ചി തുറമുഖത്ത് എല്ലാ സമയത്തും വിദേശ കപ്പലുകൾ, തുർക്കിയുടെ കപ്പൽ വന്ന് നങ്കൂര വിട്ട് കിടക്കുകയാണ്. ഈ കപ്പലുകളൊക്കെ തകർന്നു പോകും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു രാജ്യാന്തര പ്രശ്നമായിട്ട് മാറും. വിക്രാന്തിൽ നിന്ന് മിസൈൽ അയച്ച് കറാച്ചി തുറമുഖം തകർത്തു എന്നൊക്കെയാണ് ഇന്നലത്തെ ചാനലിലൊക്കെ വന്നത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മളവിടെ കൃത്യമായി കറാച്ചി മേഖലയിൽ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, തുറമുഖത്തല്ല. ഇപ്പോൾ നമ്മൾ
നമ്മുടെ ഈ നേവിയുടെ വെസ്റ്റേൺ ഫ്ലീറ്റ് മുംബൈയിൽ നിന്ന് ഒരു ടാസ്ക് ഫോഴ്സിനെ ഈ കടലിൽ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങോട്ടുള്ള കറാച്ചിക്ക് 300-400, മുംബൈയിൽ നിന്ന് 600 നോട്ടിക്കൽ മൈൽ അകലെയാണ് കറാച്ചി. നമ്മളൊരു 300 നോട്ടിക്കൽ മൈൽ അപ്പുറത്തൊരു ദൗത്യ സംഘം ടാസ്ക് ഫോഴ്സ് കടലിൽ ഉണ്ട്. പാകിസ്ഥാൻ്റെ നാവിക നീക്കങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് ആ ടാസ്ക് ഫോഴ്സ് നിലകൊണ്ടിരിക്കുന്നത്. അറബിക്കടലിലെ കപ്പൽ പാതകളൊക്കെ സുരക്ഷിതമാക്കി നിർത്തുക, പിന്നെ പാകിസ്ഥാൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടാസ്ക് ഫോഴ്സ് ഉണ്ട്, അവർ വിവരം തരും. അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ വഹിക്കുന്ന കപ്പൽ വ്യൂഹമാണ് കറാച്ചി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രജ്പുത് ക്ലാസ് ഡിസ്ട്രോയേഴ്സ്, തൽവർ ക്ലാസ് ഫ്രിഗേറ്റ്സ്, കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയേഴ്സ്, ഇതൊക്കെ ആ കപ്പൽ വ്യൂഹത്തിലുണ്ട്. ഇതിലൊക്കെ ബ്രഹ്മോസും ഉണ്ട്. നമ്മുടെ വിമാനവാഹിനികളൊക്കെ എന്തായാലും കറാച്ചിയും ഒക്കെ ഗ്വാദറോ ഒക്കെ ലക്ഷ്യമാക്കി നിലയുറപ്പിച്ചിട്ടുണ്ട്. INS വിക്രമാദിത്യ, പിന്നെ അതിൻ്റെ കൂടെ വിക്രാന്ത് ഉണ്ട്. വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയേഴ്സ് വിക്രമാദിത്യയുടെ കൂടെ ഉണ്ട്. ബ്രഹ്മോസിൻ്റെ പല വേരിയൻസും ഒക്കെ ഈ കപ്പലുകളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ നേവൽ ബ്ലോക്കേഡ് നമുക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് തകർക്കാതെ തന്നെ ബ്ലോക്ക് ചെയ്യാം. നേവൽ ബ്ലോക്കേഡ് നടത്തിയാൽ പാകിസ്ഥാനിനെ സമ്പദ്ഘടന നടുവൊടിഞ്ഞു പോകും. കാരണം മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ വന്നില്ലെങ്കിൽ എണ്ണ ഉണ്ടാവത്തില്ല. പാകിസ്ഥാൻ ഇരുട്ടിലായി പോകും. ഭക്ഷണം, മരുന്ന്, ഈ വക ചരക്കുകൾ ഇതൊന്നും അങ്ങോട്ട് വരില്ലല്ലോ. അപ്പം നേവൽ ബ്ലോക്കേഡ് ഓർ സ്ട്രൈക്ക്, ആ ഓപ്ഷൻ ഉണ്ട്. അത് പാകിസ്ഥാൻ്റെ നീക്കം തുടങ്ങി. അതായിരിക്കും ഈ പറഞ്ഞ സിന്ദൂർ 03 എന്ന് പറയുന്നത്. സിന്ദൂർ 02 സംഭവിച്ചു എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്ലോക്കേഡ് എന്ന് പറഞ്ഞ സാധ്യത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ജലയുദ്ധം നടത്തിയ പോലെ ഇനി ഒരു ഉപരോധ യുദ്ധം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഈ ഓൾ ഔട്ട് വാറിലേക്കൊക്കെ കടക്കാൻ പോകുന്നേ ഉള്ളൂ. മറ്റേ കാർഗിൽ നമ്മൾ 3 മാസം നടന്നാണത്. അപ്പോൾ ആൻഡമാനിൽ നിന്ന് 2024 നമ്മൾ ഈ ബ്രഹ്മോസ് പരീക്ഷിക്കുമ്പോൾ 900 കിലോമീറ്റർ അകലെ ഇത് പാകിസ്ഥാനിൽ പോയി വീണതുമൊക്കെയാണ് അബദ്ധത്തിൽ. അപ്പം നമ്മുടെ തീരത്ത് ഒരാക്രമണം ഉണ്ടായാലേ നമ്മൾ ഇനി ആക്രമിക്കാൻ പോകുന്നുള്ളൂ. പാകിസ്ഥാൻ്റെ ഇനി നമ്മുടെ ശക്തി പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ നേവിക്ക് 4 ഫ്രിഗേറ്റ്സ്, 6 സബ്മറൈൻ, ലിമിറ്റഡ് മിസൈൽ ബോട്ട്സ്, ഏതാനും എണ്ണം മാത്രമേ ഉള്ളൂ മിസൈൽ ബോട്ട്സ്. നമുക്ക് 140 യുദ്ധക്കപ്പലുകൾ, 2 വിമാനവാഹിനി, 16 അന്തർവാഹിനി, നമ്മുടെ 7 അയലത്ത് വരില്ല. കരസേനയുടെ കണക്കും ഭയങ്കരമാണ്. 14 ലക്ഷം, പിന്നെ പാരാമിലിറ്ററി റിസർവ് ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ 50 ലക്ഷം ഉണ്ട്. അതെ, പാകിസ്ഥാൻ എല്ലാം കൂടെ ചേർത്താൽ 15 ലക്ഷം വരില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ബോധം ഉണ്ടായിട്ട് വേണം ഈ വൃത്തികേടൊക്കെ ചെയ്യാൻ. അതെ, ആകെ ചെയ്യാവുന്നത് ഈ മറ്റേ പരിപാടി എന്ന് പറയുന്ന ഈ ഭീകരതയും ഈ വൃത്തികെട്ട പരിപാടികളും ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും സിന്ദൂർ ഇവിടെ വെച്ച് നിർത്താൻ പോകുന്നില്ല. മൂന്നാമത്തെ ഒരു രാജ്യത്തിന് മധ്യസ്ഥതയ്ക്ക് നമ്മൾ അനുവദിക്കാനും പോകും. സൗദി വിദേശമന്ത്രി അങ്ങോട്ട് പറക്കുന്നു എന്നൊക്കെ കണ്ടതാണല്ലോ. അതൊന്നും നടക്കുന്നുണ്ടെന്ന് പോലും തോന്നുന്നില്ല. അല്ല, അദ്ദേഹം വന്നത് തന്നെ വളരെ മുൻകൂട്ടി തീരുമാനിച്ച ചടങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഈ എസ്കലേഷന്റെ ഭാഗമായിട്ട് തീരുമാനിച്ച വരവല്ല. റഷ്യയാണ് പിന്നെ നിൽക്കാവുന്നത്. റഷ്യ പറഞ്ഞിട്ടുണ്ട് അത് നേരത്തെ നിങ്ങൾ ചെയ്ത പോലെ 2 രാജ്യങ്ങൾ തമ്മിൽ ചെയ്താൽ മതി എന്ന് ലാവ്റോവ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ സപ്പോർട്ട് ഇന്ത്യക്കാണെന്നും അതും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും യുദ്ധം എങ്ങനെ നീങ്ങുമെന്നുള്ള ആകാംക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഒരു സമ്പൂർണ്ണ യുദ്ധം ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? പരിമിത യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം കാണുന്നത്, ലക്ഷ്യം കണ്ടു എന്ന് തോന്നുന്നിടത്ത് വെച്ച് നമുക്ക് ചർച്ചയാകാം. പക്ഷെ ഈ വേരറക്കുന്ന പരിപാടി സിന്ദൂറിൽ വേരറക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കാം. അതായത് ഈ പറഞ്ഞ മുനീർ ഇനി ആ സ്ഥാനത്ത് ഉണ്ടാകരുത്. അതാണല്ലോ, മുനീറിന്റെ ശബ്ദമൊന്നും കേൾക്കാനില്ല.
മുനീറിന് എന്താണ് ചെയ്തിരിക്കുന്നതെന്നും അറിയില്ല. പിന്നെ മുനീറിന്റെ വീടിന്റെ അടുത്ത് മറ്റേയാളുടെ അടുത്ത് എന്തൊക്കെയോ സ്ഫോടനം ഉണ്ടായി, ഇതൊന്നും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളില്ല. അയാൾ ബങ്കറിൽ പോയി, അയാൾ ഇറാനിൽ പോയി, ഇത് ഇങ്ങനെയൊക്കെ കരക്കമ്പികൾ ധാരാളം ഉണ്ടായി. ഷഹബാസ് ഷെരീഫ് നാട് വിട്ടു എന്നാണ് കേൾക്കുന്നത്. അതെ, ഇറാനിലേക്ക് പോയി എന്നൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. മാത്രമല്ല അത് പറയാനായിട്ടുള്ളൊരു തെളിവെന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ എയർ സ്പേസ് കാലിയാണ്. ഒരു വിമാനം മാത്രം സഞ്ചരിക്കുന്നുണ്ട്. ആ വിമാനം എങ്ങോട്ടാണെന്ന് കാണിക്കത്തില്ല. ഈ സ്കൈ റഡാറുകൾ ഉണ്ടല്ലോ, ആ എല്ലാ വിമാനങ്ങളും കാണാൻ പറ്റുന്ന ഒരു ആപ്പുണ്ട്. ലോകത്ത് പറക്കുന്ന എല്ലാ വിമാനങ്ങളും അതിനകത്തുണ്ട്. പാകിസ്ഥാൻ എയർ സ്പേസിൽ ഇന്നലെ പോകുന്ന ഒരൊറ്റ ഫ്ലൈറ്റ് റഡാർ വിവരങ്ങളൊക്കെ അതെ അതിനകത്ത് ഒരൊറ്റ വിമാനം പറക്കുന്നുണ്ട്. എല്ലാ വിമാനത്തിന്റെ ഡീറ്റെയിൽസ് അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു വിമാനമുണ്ട്. ഏത് വിമാനം എങ്ങോട്ട് പോയെന്ന് അറിയില്ല. മുനീറാണോ ഷഹബാസ് ആണോ പോയത്? ഒരാൾ പോയിട്ടുണ്ട്, ഒരു വിമാനം പോയിട്ടുണ്ട്, ചിലപ്പോൾ രണ്ടുപേരും പോയിട്ടുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.